കേരളത്തിലെ BJP ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ്. എത്ര സീറ്റ് കിട്ടും? BJP ഈ ലോക്സഭാ ഇലക്ഷനിൽ അവർ കാണിച്ച ആ ഒരു ഉത്സാഹവും ആ മൊമെൻറ്റവും നിലനിർത്തുകയാണെങ്കിൽ 10 സീറ്റ് വരെ അവർക്ക് കിട്ടും. പക്ഷേ BJP ആണ്, അതാണ് പ്രശ്നം. അവരിപ്പം ഒരു വലിയ വിജയം കണ്ടല്ല, വലിയ വോട്ട് ഷെയർ കണ്ട് ഇത്രയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഇലക്ഷന് നേരെ പിന്നോട്ട് പോകുന്ന ചരിത്രമാണ് കേരളത്തിൽ BJPക്ക് ഉള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം കേരളത്തിലെ BJP സംഘടനാപരമായ CPM പോലെയാണ്. ഇതിൻ്റെ മൊത്തം ഒരു സംവിധാനം കോൺഗ്രസ് പോലെയാണ്. തമ്മിൽ പാര, ലോക്കലായിട്ട് വരെ പാരകളാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഏതൊക്കെ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഇവർക്ക് RSS ആയിട്ട് ബന്ധമുണ്ടോയെന്ന് തോന്നിപ്പോകും. കാരണം RSSന്റെ ഡിസിപ്ലിനൊക്കെ അറിയാലോ. BJPയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഗോപാലകൃഷ്ണൻ തൃശ്ശൂർ കഴിഞ്ഞാണ് തോറ്റോകുമ്പോൾ വാർഡിലേക്ക് ഗോപാലകൃഷ്ണൻ തോൽക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല. ഗോപാലകൃഷ്ണൻ വലിച്ചതാ. അത് BJPക്ക് ഉണ്ടാക്കിയൊരു ക്ഷീണം ഭയങ്കരമാണ്. ഗോപാലകൃഷ്ണൻ്റെ ക്ഷീണം BJPക്കാണ് ക്ഷീണം ഉണ്ടാക്കിയത്, വലിച്ചു തോൽപ്പിച്ചാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സ്വഭാവമുണ്ട്. അത് ഇടയ്ക്കിപ്പോൾ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഇവർ തമ്മാവിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ അടങ്ങോ എന്നുള്ളൊരു രീതിയിൽ അവർ മുന്നോട്ട് വരുന്നത് കണ്ടു. ഇപ്പോൾ എല്ലാവരും വളരെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പ്രസ്താവനകളൊന്നും ഒളിയമ്പുകളൊന്നും കാണുന്നില്ല. നിങ്ങൾ ഈ യൂട്യൂബ് ചാനലുകൾ എങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. യൂട്യൂബ് ചാനലാണ് ഏറ്റവും കൂടുതൽ BJP ന്യൂസ് വാല്യൂ നോക്കിയിട്ട് അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പഞ്ചായത്ത് ഇലക്ഷനിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനമൊക്കെ ഏതാണ്ടൊക്കെ തുടങ്ങി കഴിഞ്ഞു എന്നാണ് കേട്ടിട്ടുള്ളത്. തൃശ്ശൂരും തിരുവനന്തപുരം പിടിക്കാന്നുള്ളത്. തിരുവനന്തപുരത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരും തുടങ്ങിയെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്ത് ഇലക്ഷന്, ലോക്കൽ ബോഡി ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് ഈ പറയുന്ന 2 കോർപ്പറേഷനും കുറേ പഞ്ചായത്തുകളും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തും പറ്റുമെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്തൊക്കെ വേണമെങ്കിൽ പിടിക്കാം. ജില്ലാ പഞ്ചായത്ത് ഏത്? തിരുവനന്തപുരം, പത്തനംതിട്ട പിടിക്കാൻ പറ്റും. പിടിക്കാം. അങ്ങനെ കൺസൾട്ടേഷൻ വരണം. അപ്പോൾ അങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ്. അങ്ങനെ പിടിച്ചാൽ അതിന് ഏറ്റവും എളുപ്പം തൃശ്ശൂരല്ലേ? തൃശ്ശൂർ നമുക്ക് അങ്ങനെ പറയാം. തൃശ്ശൂരിന് ഈ പറയുന്നതിന് ലോക്കൽ ആയിട്ട് LDF സ്ട്രോങ് ആണ്. പത്തനംതിട്ടയിൽ LDF സീറ്റ് കിട്ടുന്നതല്ലാണ്ട് LDF അത്ര സ്ട്രോങ് അല്ല. UDF വീക്കൻ ചെയ്തിട്ടുണ്ട്. തമ്മിലടി മാത്രമല്ല, അവിടെ അങ്ങനെ ആ രീതിയിലുള്ള ഒരു കേഡർ സംവിധാനം അത്ര ശക്തമല്ല. പിന്നെ അവിടെ ഓരോരോ കമ്മ്യൂണിക്കേഷൻ്റെ പുറത്തൊക്കെ ജയിക്കുന്നുണ്ട് എന്നൊക്കെ ശരിയാണ്. ഇപ്പം മാണി കൂടെ ഒന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണയൊക്കെ തൂത്ത് വരാൻ പറ്റിയത്. മാണി ലോക്സഭാ ഇലക്ഷൻ എടുത്ത പണിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഒരു ജില്ലാ പഞ്ചായത്തൊക്കെ പിടിക്കാൻ അവർക്ക് ഏറ്റവും പത്തനംതിട്ട ഒരു ബേസുള്ള സംഘടന. പണ്ടേ ഇവരുടെ സംഘത്തിൻ്റെ ഒരു കോൺഫറൻസ് ഒക്കെ ഉണ്ടല്ലോ, ചെറുകോൽപ്പുഴ ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. പിന്നെ ശബരിമലേൻ്റെ ഒരു സംഭവം. പിന്നെ അവർക്ക് ലോക്കലി നല്ല കേഡേഴ്സ് ഉണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ പ്രവർത്തിക്കുന്ന പല കേഡേഴ്സും ഈ പത്തനംതിട്ട, പന്തളം, ചെങ്ങന്നൂർ ആ ഏരിയയിൽ നിന്ന് പോകുന്ന ആളുകളാണ്. അപ്പം നല്ലൊരു കേഡർ സംവിധാനം, പാരമ്പര്യം, ഒരു ഹിന്ദുത്വ അടിത്തറ ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അത് നോക്കി ജില്ലാ പഞ്ചായത്ത് അത് പിടിക്കാനാണെങ്കിൽ കുറച്ച് എളുപ്പം. തൃശ്ശൂർ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം CPM-നും CPIക്കും ലോക്കലി 4 കേഡേഴ്സ് ഉണ്ട്. പിന്നെ കോൺഗ്രസ് ചത്തെങ്കിൽ പോലും കോൺഗ്രസിന് കിട്ടുന്ന കുറേ വോട്ടുകൾ അവിടെ ഉണ്ട്. അത് സുരേഷ് ഗോപി വന്നുകൊണ്ട് തിരിഞ്ഞ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂർ വെച്ച് ബാക്കി എല്ലാ നിയമസഭാ സെഗ്മെന്റും സുരേഷ് ഗോപി. അത് അത്ഭുതമാണ്. അത് സുരേഷ് ഗോപി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് സഭയായിട്ട് സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനത് ഇവിടെ അവതരിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണക്ക് തന്നിരുന്നു. ആ സ്ഥലത്ത് അവിടെ സുരേഷ് ഗോപി 3 സ്ഥലത്താണ് മൂപ്പര് പറഞ്ഞത്. എന്നുവെച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ ചെയ്തിട്ടാണ് അയാൾ ആ സർവേ നടത്തിയിട്ടാണ് എനിക്ക് അയച്ചു തന്നത്. ആ 3 സെഗ്മെൻറ്റുകളാണ് സുരേഷ് ഗോപിക്ക് അങ്ങനെ മെജോറിറ്റി വന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഗുരുവായൂർ വെച്ച് എല്ലായിടത്തും, ഗുരുവായൂരും ന്യൂനപക്ഷങ്ങൾക്ക്, അതായത് മുസ്ലിം ന്യൂനപക്ഷം കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഏരിയ, അതൊക്കെ തന്നെ സുരേഷ് ഗോപിക്കാണ് ഭൂരിപക്ഷം വന്നിരിക്കുന്നത്. അത് സുരേഷ് ഗോപി ആയതുകൊണ്ട് സ്ത്രീകൾ വ്യാപകമായി വോട്ട് ചെയ്തു. പക്ഷേ ഈ തൃശ്ശൂർ ആ നിയമസഭാ സെഗ്മെൻറ്റിൽ ആഞ്ഞു പിടിച്ച BJPക്ക് കിട്ടും. അത് ഒരു ഹിന്ദുത്വ ഒരു അടിത്തറുള്ള സ്ഥലമാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പിടിക്കുന്നവർക്ക് സുഖം പത്തനംതിട്ടയാണ്. അപ്പോൾ സഭയൊക്കെയായിട്ടുള്ള ബന്ധങ്ങൾ ഒന്നുകൂടി ലൈവായിട്ടൊക്കെ നിർത്തി നല്ല കേഡേഴ്സ് നോക്കിയാൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ പറ്റും. ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പറയാൻ ഇവരെ എത്രത്തോളം പഠിച്ചു, എത്രത്തോളം മുന്നേറി. കാരണം ഇതിൽ ലോക്സഭാ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരുമ്പോൾ ലോക്സഭാ ഇലക്ഷൻ നമ്മൾ മാറ്റുന്നത്. ലോക്സഭാ ഇലക്ഷൻ 2 കാര്യങ്ങൾ വരും. ഒന്നൊരു വാസ്റ്റ് ഏരിയയിലാണ് ഇലക്ഷൻ നടക്കുന്നത്. സ്ഥാനാർത്ഥി ജനകീയമാണോന്നില്ല. 2 ദേശീയ രാഷ്ട്രീയം കടന്നു വരും. അപ്പം ഈ മുസ്ലിം വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യാൻ ദേശീയ തലത്തിൽ ശക്തമായ പാർട്ടിക്കാണ്.
CPM തവണ അടി കിട്ടിയതുകൊണ്ടാണ്. ഒരു ഘടകം അതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ CPM കൂളായിട്ട് ഇരിക്കണം. കാരണം നിയമസഭയിൽ UDF കഴിഞ്ഞ അടുത്ത പെർഫോമൻസ് ഉണ്ടല്ലോ പഞ്ചായത്തുകളിലും. അപ്പോൾ UDF സംവിധാനമേ ഇപ്പം വീക്കം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ രീതിയിൽ വിജയം UDF കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദേശീയ ഇലക്ഷൻ എന്ന രീതിയിൽ കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ സ്ഥാനാർത്ഥി അത്ര പ്രശ്നമില്ല. പക്ഷെ നിയമസഭ വരുമ്പോൾ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ വരുമ്പോൾ നെക്സ്റ്റ് ഡോ ബോയ് ആണ്. പഴയ മോഹൻലാലിനെ പോലെ, ഇപ്പോഴത്തെ ടോവിനോ തോമസിനെയൊക്കെ പോലെ കയ്യിലെടുത്ത് അടുത്ത അല്ലെങ്കിൽ ഷോർട്ട് സൂട്ട് അടുത്ത വീട്ടിലെ പയ്യൻ എന്നുള്ളൊരു ഇമേജിലാണ് വോട്ട് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ എപ്പോഴും ഓടിയെത്തുന്ന ആൾ ഇപ്പോഴും അവിടെ ലോക്കൽ CPM ആണോ, അത് കഴിഞ്ഞിട്ട് RSS തന്നെ, പിന്നെ കോൺഗ്രസ് തന്നെ കഴിയും. പിന്നെ RSS തന്നെ വോട്ട് ചെയ്യാൻ നാട്ടുകാർക്ക് മടിയുള്ളതുകൊണ്ട് കോൺഗ്രസിന് കിട്ടും. അതൊരു ഘടകമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അവിടെ ലോക്കലി ഏതാണ്ട് അറിയപ്പെടുന്ന ആളായിരിക്കും. ഇപ്പോൾ വെള്ളനാട് ശശി ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ CPM സ്ഥാനാർത്ഥി ജയിച്ചല്ലോ തിരുവനന്തപുരത്ത്. വെള്ളനാട് ശശി വളരെ പോപ്പുലർ, കോൺഗ്രസ് തന്നെ ആയിരുന്നു, അതിന് രാജിവെച്ചാണ് CPM വന്നത്. വളരെ പോപ്പുലറാണ് ഞാൻ കേട്ടത്. എനിക്ക് അയാൾ പരിചയമൊന്നുമില്ല, പക്ഷേ കേട്ടത് വളരെ നാട്ടുകാരുടെ പോയി ഓടിയെത്തുന്ന ഒരാളാണ്. അല്ലാതെ കല്യാണ വീട്ടിലോ വേറെ എന്തെങ്കിലും ഈ പറയുന്നതിന് എതിർപ്പ് വേഷത്തിനോ മാത്രം പോയി പരിചയമുള്ള ഒരാളല്ല. അപ്പം അങ്ങനെയുള്ള കേഡേഴ്സ് ഇപ്പോഴും അതൊരു പക്ഷേ ഇനി അർഷോ ജനറേഷൻ വരുമ്പോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് സാനു ജനറേഷൻ വരെ ഉണ്ട്, CPM ഉണ്ട്. അതൊരു അസറ്റാണ് പാർട്ടിക്ക്. അപ്പം അതുകൊണ്ട് ഈ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായ അതേ വേവ് ഉണ്ടാവില്ല. അത് BJP ബാധിക്കാൻ സാധ്യതയുണ്ട്. 10 സീറ്റ് 11 സീറ്റിൽ ഒന്നാമത് വന്നു എന്നുള്ളത്. നിയമസഭ വരുമ്പോൾ സ്ഥാനാർത്ഥി വളരെ ഇമ്പോർട്ടൻ്റ്. രണ്ടാമത് CPM പൊതുവേ സ്ഥാനാർത്ഥികളെ പിന്നിന്ന് കുത്തുന്ന ഒരു പരിപാടി പൊതുവേ ആ പടം ഞാൻ കണ്ട 2011 VS റീ ഇലക്ഷനെ ശ്രമിച്ച ആ സമയത്താണ്. അന്ന് പിന്നെ ഉള്ളിൽ നിന്ന് തോൽപ്പിക്കണം എന്ന രീതിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ നടത്തിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ശൈല ടീച്ചർ വരെ തോൽക്കുണ്ടായി. അതിനുശേഷം അതിന് മുമ്പ് അങ്ങനെ വലിക്കൽ പരിപാടി നമ്മൾ അതിൽ കണ്ടിട്ടില്ല. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. അന്ന് അവിടെ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ആ പാർട്ടിയിൽ. ഇന്നിപ്പോൾ അങ്ങനെ ഗ്രൂപ്പില്ല. അപ്പോൾ അതിലങ്ങനെ വലിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ കോൺഗ്രസും BJP ആണ് വലിവ് കൂടുതൽ. അപ്പോൾ വലിവ് കൂടുമ്പം BJPക്ക് വലിക്കാൻ മാത്രം ആരോഗ്യം ഇപ്പോഴും കേരളത്തിൽ എത്തിയിട്ടില്ല. വലിച്ചിട്ടില്ലെങ്കിൽ അവർ ഒരു മയ്യോട് കൂടി പ്രവർത്തിക്കുകയും കേരളത്തിൽ ഫണ്ടും വരും. ഒന്ന് കഴിഞ്ഞാൽ BJP 10 സീറ്റൊക്കെ പിടിക്കാം. 10 MLA വരികയാണ് നിയമസഭയിലേക്ക് BJPയുടെ. അതാ പറഞ്ഞു. അതിലൊരാൾ ശോഭാ സുരേന്ദ്രനായിരിക്കും. ഒന്ന് ശോഭാ സുരേന്ദ്രനായ സ്ഥലത്ത് കുമ്മനായിരിക്കാൻ സാധ്യത. നല്ല ടീം വരാൻ സാധ്യതയുണ്ട്. ഇനി വേറെ സംഭവം ആളുകൾ ചെയ്യും. ശത്രുക്കൾ ചെയ്യുന്ന വേറെ കോൺഗ്രസ് വരാൻ പാടില്ല. എന്നാൽ അപ്പം എന്ത് ചെയ്യും? CPM വോട്ട് ചെയ്യില്ല. അപ്പം ചെയ്യുന്ന പരിപാടിയുണ്ട്. CPM BJPയിലെ സ്ട്രോങ് അല്ലാത്ത ആളുകളെ ജയിപ്പിക്കുക. ഇങ്ങനെ ശത്രുക്കളെ പല തന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ 10 MLA നിയമസഭയിലേക്ക് വരികയാണ് BJPയുടെ. അതിലൊരാൾ ശോഭാ സുരേന്ദ്രനായിരിക്കും. ശോഭാ സുരേന്ദ്രൻ, കുമ്മനം, മുരളീധരൻ, സുരേന്ദ്രൻ, ബി ഗോപാലകൃഷ്ണൻ, ഇങ്ങനെയുള്ള ടീംസാണ് വരാൻ സാധ്യത. നമ്മുടെ സീറ്റുകൾ വരാൻ കൃഷ്ണദാസൻ, ബുധകരിക്കാരിയും പ്രധാനപ്പെട്ട സീറ്റുകൾ മത്സരിക്കാം. പക്ഷേ ശത്രുക്കൾ എടുക്കുന്ന ഒരു പരിപാടി കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് വരാൻ പാടില്ല, BJP വന്നോട്ടെ. എന്നാൽ BJPയിലെന്ന് വെച്ചാൽ ഈ ശ്രദ്ധാകേന്ദ്രമാകുന്ന ആളുകൾ വരാൻ പാടില്ല. അപ്പം തന്നെ BJP ഈ രണ്ടാം കിട നേതാക്കന്മാരെ നിർത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ ഉണ്ടാവും, ചെറിയ വിജയസാധ്യതയുള്ളത്. അപ്പോൾ അവിടെ നിന്നെ പോലെ അല്ലെങ്കിൽ നമ്മളെ ഇവനെ പോലെയൊക്കെയുള്ള പയ്യന്മാരെ പിടിച്ച് നിർത്തും, ധനുഷിനെയൊക്കെ പോലെ. അപ്പോൾ നിങ്ങളങ്ങനെ സ്റ്റാർസ് ഒന്നല്ലല്ലോ. എന്നിട്ട് നിങ്ങളൊക്കെ ഏൽപ്പിച്ചു വിടും. അപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട് നിങ്ങളായിരിക്കും ഈ പാർട്ടിയുടെ മുഖം. അപ്പോൾ ഈ നിങ്ങളൊക്കെ ഈ ഒരു ഏജിൽ വളരെ വളർന്നതായിരിക്കും. മറ്റേപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ അല്ലെങ്കിൽ സുരേന്ദ്രനെ ഒന്നും ആ കാര്യപാത്രങ്ങൾ ആവുന്നേ ഉള്ളൂ, മൈൽസ് ടു ഗോ. എന്നിട്ട് വൺസ് അവർ തോറ്റ് നിങ്ങൾ ജയിച്ചാൽ പിന്നെ നിങ്ങളാവും മുഖം. അപ്പം എൻ്റെ അടുത്ത മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കാൻ വിടുമ്പം ഇവർക്കൊരു അപഹാരം കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ എത്ര പ്രസ്ഥാന ശക്തരാണെങ്കിൽ വ്യക്തികളൊക്കെ പ്രമോദ് മഹാജനൊക്കെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രമോദ് മഹാജനക്ക് ഇന്ത്യൻ ബിസിനസ് ക്ലാസ് ഒരു ഭയങ്കര ബന്ധമായിരുന്നു. പ്രമോദ് മഹാജനൊക്കെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം സുഷമാ സ്വരാജ് ഈ പറയുന്ന പോലെ ഈ അത്യാവശ്യം സ്വാധീനിക്കാൻ പറ്റിയ വ്യക്തിത്വമായിരുന്നു. എന്നാൽ സ്വാധീനിക്കാൻ പറ്റാത്ത ആളുകളാണ് അഡ്വാനി, അമിത്ഷാ, മോഡി, യോഗി, ഖട്ടാർ, വത്സൻ തില്ലങ്കരി, സുരേഷ് ഗോപി, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. ഇവരെ സ്വാധീനിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ മുരളീധരനൊക്കെ തന്നെ നമ്മൾ എല്ലാവരും ചിരിക്കെങ്കിൽ പോലും കട്ട സംഖ്യയാണ് അയാൾ. മുരളീധരൻ നമ്മൾ ചിരിക്കുന്ന സ്വാധീനിക്കാൻ പോയി നടക്കുകയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ തോൽപ്പിക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള വേറൊരു ലീഡർഷിപ്പിൽ കൊണ്ടുവരാനുള്ള സത്തുക്കളെടുത്തു. അങ്ങനെ നടത്തി കഴിഞ്ഞാലും 10 ആളുണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ആളുകളുണ്ടാവില്ല, വിചാരിക്കുന്ന പെർഫോമൻസ് ഉണ്ടാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.